നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിനെ കേട്ടോ. ഇതൊക്കെ ചെത്തി ഇവർക്ക് വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ആരെന്നറിയോ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാന്ന് പറയും ചേട്ടൻ. തെറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുണമായിട്ട് വരുന്ന രീതിയാണ്. അത് ശരി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കിടന്നോളൂ ഉണ്ണി, കിടന്നോളൂ. ക്ലാസ് ആണായിട്ടുണ്ട്. മഴ, കുഴിമന്തി, ആഹാ അന്തസ് രണ്ടിലുള്ള ആണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് നല്ലൊരു മഴ പെയ്ത് തോർന്നു. ഇപ്പോഴും മരത്തുമൊന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇറയത്ത് ചെയ്യണോ, കൂടാരത്തിലേക്ക് പോകാൻ ചേട്ടന് ഇഷ്ടമില്ല. കുടിലേക്ക് ഇനി ഇത് മുഴുവൻ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം, വിശന്നും തുടങ്ങി, എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. പാചകം പറയട്ടെ. അപ്പോൾ മഴ മാറി. അല്ല ഇൻട്രോ, നമ്മുടെ ഇൻട്രോ ഒത്തിരി വലുതല്ല ആവാറ്. നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിനെ കേട്ടോ, കുഴിമന്തി അല്ല, ചിക്കൻ മന്തിനെ ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് പരത്തി വെച്ചു. അത് നമുക്ക് അത് ആദ്യം കാണാം. അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 3/4 കിലോ ഇറച്ചി, ഇങ്ങനത്തെ പീസുകളുണ്ട, വലിയ പീസുകൾ, ബിരിയാണിയുടെ പീസുകൾ പോലത്തെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇറച്ചി അതൊരു 5-8 പീസ് എടുത്തിട്ടുണ്ട്, ഒരു 3/4 കിലോ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു കൂട്ടുണ്ടാക്കണം. കൂട്ട് സിമ്പിൾ സാധനമാണ്. നമ്മൾ ഒരു പാത്രം എടുത്തു, കണ്ട ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തു. ഇതുണ്ടാക്കാൻ പോണ പാത്രം എടുത്തു. ആ പാത്രത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, ക്യൂബ് പോലെ സാധനം. ഈ സാധനം കണ്ട ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഓരോരുത്തരും 30 രൂപയാണ് അതിൻ്റെ വില. 30 രൂപ തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കഷ്ണം കണ്ട, നല്ല ഭംഗിയിൽ പൊതിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റിൽ ഈ തീപ്പെട്ടി പാത്രത്തിൻ്റെ പോലുള്ള സാധനത്തിൽ 2 ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് കണ്ട ഇങ്ങനത്തെ സാധനം, ഇത് 2 ഇട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. തിരി ഇടണമല്ലോ, അധികം ഇടുന്നില്ല. പിന്നെ നമുക്ക് ഈ മന്തി മസാല കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇത് നമുക്ക് ഗാന്ധിഗ്രാമില്ലേ, വയനാട്ടിൽ നിന്നുള്ള അവർ അയച്ചു തന്നിട്ടുള്ളതാണ്. കുറേ നാളായി നമ്മൾ ഈ ചിക്കൻ മന്തി ഉണ്ടാക്കാത്ത കാരണം നമ്മളിത് ഉപയോഗിച്ചില്ല മാത്രം. ഇതിൽ എല്ലാ സാധനങ്ങളും കരയാമ്പ്, ഏലക്കായ, മന്തി മസാല എന്ന് പറയാം. പിന്നെ ജീരകം, കറുവപ്പട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഈ മസാല പൊടിച്ചാണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കിട്ടും നമുക്ക്. അല്ലെങ്കിൽ സാധനം പൊടിച്ച് ചേർത്താലും മതി ഈ വക സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇനി അടുത്തത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 3/4 ഗ്ലാസ് ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നു. ചിലവർ ഒലീവ് ഓയിലൊക്കെ എല്ലാം ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്കിരുന്നു. മിക്സ് ചെയ്യുന്നു. നന്നായി പറ്റി വയ്ക്കണം കേട്ടോ. ഇതിന് 1 മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കണം. 1 മണിക്കൂർ നേരം ഈ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇരിക്കട്ട് മൂടി വയ്ക്കാം നമുക്ക്. ഇനി അരിയും കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മളത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി മസാലയല്ല, ഇനി അരി 1 മണിക്കൂർ കുതിരാൻ ഇട്ട് വയ്ക്കണം. നമ്മൾ ബസ്മതി അരിയാണ് എടുക്കുന്നത് കേട്ടോ. അതൊരു 3 കപ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നീളൻ അരി വേണമല്ലോ ഇതിന്. 3 കപ്പ് കഴുകി വെള്ളത്തിലിടാൻ പോകണം. 2 3 കഴുകട്ടെ. ഭയങ്കര വിലയായിരിക്കും. 250 രൂപ 1 കിലോയ്ക്ക്. 250 രൂപയ്ക്ക് 1 കിലോയ്ക്ക് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മുതലാവും. സാധനം അറിയില്ല. അപ്പോൾ 1 മണിക്കൂർ ഇത് അതിൻ്റെ ഒപ്പം തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ ഞങ്ങൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം അല്ല, ഞങ്ങൾ ഈ കുഴിമന്തി എന്ന് പറയുന്ന സാധനം ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. ചിക്കൻ മന്തി, കുഴിമന്തി അല്ല അന്ന് കഴിച്ചത്. നമ്മളിപ്പോ ഉണ്ടാക്കണത് ഇത് ചിക്കൻ മന്തി. കുഴിയില് ഇല്ലല്ലോ, കുഴിയില് ഉണ്ടാക്കുമ്പോഴാണ് കുഴിമന്തി ആവല്ലേ. ഓക്കെ. അപ്പോൾ ആ സാധനം ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം. ആകെപ്പാടെ ഒരൊറ്റ വട്ടമാണ് കഴിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ ഓർമ്മയില്ല. നമ്മുടെ ട്രാവലിസ്റ്റ് സാധനപ്പന ആഫ്രിക്കയിൽ പോയിട്ട് വന്നില്ലേ? ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ വീട്ടിൽ വന്നു. നമ്മളെ കാണാൻ വന്നപ്പോൾ അവനൊരു വലിയൊരു ഒരെണ്ണം അത് ഇഷ്ടം പോലെയാ ആ സാധനം വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴാണ് അവൻ ഇതും കൊണ്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് അവൻ കൊണ്ടുവന്നതല്ല, അവന് വിഷമാവില്ല. ടേസ്റ്റ് നോക്കി
ബാക്കി അവൻ തന്നെ കൊണ്ടുപോയി. നിങ്ങളെയൊക്കെ എന്താ കാര്യം, നിങ്ങളൊക്കെ ജാതി തീറ്റയാവുന്ന ഞാൻ വിചാരിച്ചേ. അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചോടന്നേന്ന് പറഞ്ഞേ. തിന്നാനൊന്നും കയറില്ലല്ലോ നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അവന്റെ ആണെങ്കിൽ വീട്ടില് പെങ്ങന്മാരും എല്ലാവരും ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുപോയി അവിടെ ഇത് ഇപ്പൊ ചെലവാകുമെന്ന് പറഞ്ഞിട്ട് അവൻ അതും കൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ പല പല യൂട്യൂബുകളിൽ നിന്ന് പല കോപ്പി അടിച്ച് അതിൽ നിന്ന് സ്വാംശീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് സാരിതയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അയ്യോ ഞാനല്ല, ഞാൻ ഈ സാധനം കൂട്ടുണ്ടാക്കിയെന്ന് മാത്രമല്ല കേട്ടോ. ബാക്കി ചേട്ടൻ തന്നെ ചെയ്താൽ മതി. കൂട്ടുണ്ടാക്കി 1 മണിക്കൂർ മുമ്പ് ആക്കി വെച്ചിട്ടുള്ള സാധനം ഉണ്ടാ. ഇതുവരെ ചേട്ടൻ ചെയ്തല്ലോ. അപ്പൊ ഇതുവരെ വളരെ ശരിയാണ്. അപ്പൊ ഇനി ഇവിടെ അങ്ങോട്ടും ശരിയായിരിക്കും. അപ്പൊ നമുക്ക് അരിക്കുള്ള വെള്ളം വെക്കാല്ലോ. ആദ്യം അരി നമ്മൾ 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ. അതാണ് ഊറ്റി കളഞ്ഞോ വെള്ളം. കുറെ സമയമായിട്ട് ഇനി കുഴപ്പമാവണ്ട. അല്ല 1 മണിക്കൂറൊക്കെ കഴിഞ്ഞല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് മല്ലിയിലും പുതിനയിലൊക്കെ അരിയട്ടെ. അപ്പൊ നമ്മള് ചിക്കൻ ഇങ്ങനെ വേവിക്കുന്നതിന് മുമ്പ് ഈ ചിക്കനില്ലേ ഇത് വേവിക്കുന്ന മുമ്പ് നല്ല പോലെ പിടിച്ചു കഴിഞ്ഞു കേട്ടോ സാധനമൊക്കെ. എന്തൊരു പിടിച്ചു എന്നിട്ട് എന്താ ചിരിക്കുന്നത് നീ? ചേട്ടനല്ലേ ചിരിക്കണേ, ഞാനല്ല. ചേട്ടൻ ചിരിച്ചിട്ട് എന്നോട് എന്താ ചിരിക്കണേന്നാ? അല്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നീ മല്ലിയിലും പുതിനയിലും കരി. അപ്പൊ ഞാൻ പിന്നെ എന്തൊട്ട് തേങ്ങി ചെയ്യണേ? അല്ല പിന്നെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതിട്ടാ. നമ്മൾ ചെയ്തോണ്ടിരിക്കണ ഒരു കാര്യം എന്നിട്ട് എന്നോട് ചെയ്യാൻ പറയും. എനിക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം. അടിച്ചു വാരുന്ന സമയത്ത് വന്നിട്ട് പറയും അടിച്ചു വാരാൻ പറയും. ചൂലും കൊണ്ട് ഞാൻ അടിച്ചു വാരാൻ പോവും. ചൂലുണ്ടാവും കയ്യില്. എന്നിട്ട് പറയും അടിച്ചു വാരി പോയിട്ട്. അത് സാധാരണ ഇവിടെ ചായ വെക്കാൻ പോകുമ്പോ ഞാൻ പറയും ചായ വെക്കില്ലേ ചോദിക്കും. ചായ വെക്കാൻ പോകുമ്പോഴൊന്നും പറയാറില്ല. വേറെ ഓരോന്ന് ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കും അപ്പൊ വന്നിട്ട് അത് ചെയ്യാൻ പറയും. ഞാൻ അതെന്നല്ലേ ഈ ചെയ്യണേ ചോദിക്കാറുണ്ട്. നന്നായി കുതിർന്നു പൊടിഞ്ഞ അതേമേ അതിന്റെ തീ കത്തിച്ചാ ഇതിന്റെ ഒറിജിനലൊക്കെ എങ്ങനെയാണാവോ? മതി. ഞങ്ങൾക്ക് നന്നായി തോന്നിയതാണ് നമ്മൾ ചെയ്യുന്നതിട്ടാ. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. നമ്മള് വെറുതെ റെസിപ്പി കണ്ടിട്ടുള്ളൂ. എന്താ പെട്ടെന്ന് വേദന? ഞാൻ ഇത് മുറുക്കിയല് വില കുഴപ്പമുണ്ടാവും വിചാരിച്ചു. പള്ളക്ക് വേദന തോന്നാ. ഓ ചേട്ടന്റെ ഭാഗ്യം. വരവും പോക്കൊക്കെ പെട്ടെന്നാ ചേട്ടന്റെ വേദനയും വിലക്കൊക്കെ. അത് പെട്ടെന്ന് വരുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും വരാം. അരിയണത് സ്ലോവിൽ അരിയുള്ളൂ. എന്നാ ഞാൻ ചക്ക വെട്ടി തിന്നു. ചക്ക വീണ്ടിട്ടാ. ചക്ക പിന്നെ വീണ നിക്സനെ വിളിച്ചോ, അവൻ കൊണ്ടക്കോളും. ചക്കലാണ് വീണുകൊണ്ടിരിക്കുക. കഴിഞ്ഞു ലാസ്റ്റായി കണ്ട ഒരു കുഞ്ഞ് ചക്ക വീണ്ടും സരിതേ കണ്ട. എന്തോരം സമയം ഉണ്ടായിരുന്നു ചേട്ടൻ അത് മുറിച്ച് തിന്നാൻ. ഈ ഒരു സമയത്ത് തന്നെ ചേട്ടനത് ചെയ്യണല്ലേ? അല്ല ഞാൻ 2 ചോള തിന്നാന്. അതന്നെയാ പറഞ്ഞേ. കാലത്തങ്ങാണ്ട് വീണ് കിടക്കണ ചക്കയാ. എന്നാലും പാക്കിയാലല്ലേ ആൾക്കാരെ കൊതിപ്പിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് വീഡിയോ എടുക്കണ സമയത്ത് ഈ ചക്ക വീഴും ചെയ്യും. ഈ കഴിഞ്ഞൊന്നുണ്ടല്ലേ പ്ലാവ് കാലി ചെയ്യാ. എന്നിട്ട് ചക്കിന്റെ പക്ഷെ ഭയങ്കര മുള്ള ഒരു മറ്റേ സാധനം ഇതിനുള്ളിൽ വെള്ളം കേറിട്ടില്ലല്ലോ അല്ലേ? നല്ല രസം. നല്ല മണം വരുന്നു. കാറ്റൂതുമ്പോ മരങ്ങളും വന്ന് വെള്ളം വീഴാ. വലിയ വലിയ തുള്ളികള്. ചക്കര മണല്ല വരുന്നത്. പിന്നെ എന്തുട്ടിന്റെ മണം വരുന്നേ? ഈ സാധനത്തിന്റെ ഇളക്കട്ടെ. ഇളക്കരുത് ഇളക്കരുത്. കുറച്ച് സമയം കഴിയും പിന്നെ മറച്ചിടാ ചെയ്യാ. അതേ കടാ ചേട്ടാ നമ്മുടെ ചിക്കനിലേക്ക് ക്യാപ്സിക്കം നല്ല ഭംഗിയില്ല കാണാൻ. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങുമ്പോഴേ കുറെ ഇതുണ്ടാവും. അതെന്തായാലും ആവട്ടെ. അടച്ചേച്ചോ. അപ്പോൾ നമ്മളൊക്കെ അരിയിൽ വെള്ളം കൂടി വയ്ക്കാം ഈ സൈഡിൽ കേട്ടോ. ചിക്കൻ ആ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല ഈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്കിട്ടോ വെള്ളത്തിലേക്ക് ബീഫ് 2 വേണോ? കിടന്നോട്ടെ. 4 ഏലക്കായ, കറുവപ്പട്ട, കരയാമ്പൂ, തക്കോലം ഇതൊക്കെ ഇടുന്നു കേട്ടോ. നമ്മള് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആവശ്യമില്ല. അതായിരിക്കും കിടന്നോട്ടെ. ബിരിയാണിയുടെ പോലെയുള്ള ഭയങ്കര ഇങ്ങനത്തെ മസാലയുടെ മണം ഉണ്ടാവില്ലാന്ന് കുഴിമന്തിയുടെ റൈസിന്. ഇതിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ ഒഴിച്ചാൽ മതിയായിരുന്നു. ഗ്ലാസ്സിലേക്ക് ആക്കണ്ടായിരുന്നു. അല്ല ഗ്ലാസ്സിൽ നേരത്തെ എടുത്തല്ലേ നമ്മള്. അപ്പൊ ആ ഗ്ലാസ് ഇതിന്റെ മണം വന്നപ്പോ ചക്ക തീറ്റ് നിർത്തിയില്ലേ? വേണം ചക്ക വേണ്ടവർ ഇഷ്ടം പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ.
അല്ല ഇവിടെ ചക്ക നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചക്കയ്ക്ക് വരില്ല. ആ മുരിങ്ങല നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് വരില്ല. വേപ്പില നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് വരില്ല. വിലയുള്ള ഒരു സാധനം പറഞ്ഞേ, നമുക്ക് വിലയുള്ള ഒരു സാധനം പറഞ്ഞേ. വിലയുള്ള സാധനം നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ് വിലയുള്ളത്. അത് പറ. കിട്ടാത്ത സാധനങ്ങള് കുറെ സാധനങ്ങളില്ലേ. സാൽമൺ മീൻ. അത് ചേട്ടന് ഭയങ്കര ഇഷ്ടം. എനിക്കിഷ്ടമല്ല, ഞാൻ കണ്ടിട്ട് പോലില്ലേ. ഇഷ്ടമില്ലാത്ത സാധനത്തിന് എന്ത് വില ഉണ്ടായാലും നമ്മളെ ബാധിക്കില്ലല്ലോ. അല്ല, അതുകൊണ്ട് ഒരു പാചകം ചെയ്യണമെന്ന് എങ്ങനെയൊരു സാധനം എന്ന് അറിയാനായിട്ട് ഞാൻ ആ നെസ്റ്റോല് മറച്ചിടാന്ന് തോന്നുന്നു. അത് തീ ഒന്ന് കുറയ്ക്കാം. അതെടുത്തിട്ട് വരാം. ആഹാ, നല്ല മണാട്ടോ അതിൻ്റെ. മറച്ചിടല്ലേ, ഞാൻ തന്നെ മറച്ചിടണം. ഈ പക്കറിനെ പിടുത്തല് കരുതണ്ട, സ്ലിപ്പ് ആവണണ്ട. വേറെ ഒരു കയ്യിലും കൂടി വേണം. ഏത് മറച്ചു? ഈ ചിക്കൻ തീ കൂടിയിട്ട് തന്നെ കിടന്നോട്ടെ അല്ലേ? ചിക്കൻ വേണ്ടേ? ഭംഗിയില്ല കാണാനായിട്ട്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. മറച്ചിട്ടു മൂടി വയ്ക്കല്ല, വീണ്ടും മൂടി വയ്ക്കണം. എല്ലാവരും ഇതിലിങ്ങനെ ഒരു മസാല കൂട്ട് ഉണ്ടാക്കിയിട്ട് തേച്ചിട്ടാണ് ചീണ് കണ്ടേ. നമ്മുടെ കയ്യിൽ പിന്നെ ആ ഗാന്ധി ഗ്രാമത്തിൽ നന്നായി ചെന്ന മന്തി മസാല ഇരിക്കണ കാരണം അത് ഇട്ടിട്ടാണ് ചെയ്തത്. അതെങ്ങനെയുണ്ടെന്നും കൂടി അറിയാലോ. അവരന്ന് കുറേ നാളായിട്ടല്ലേ, ഒരു 5-6 മാസമൊക്കെ ഉണ്ടാവില്ല തയ്ച്ചു വന്നിട്ട്. ബിരിയാണി മസാല. ഞാൻ പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചു, ഇനി പുറത്തിരണ്ടിന് കട്ട പിടിച്ച് പോകണ്ടെന്ന് വെച്ചിട്ട്. മറ്റേ കറുവപ്പട്ട പൊടിച്ചതുണ്ട്, ഒരെണ്ണം ഏലക്കായപ്പൊടി, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, പെപ്പർ പൗഡർ ഉണ്ട്, പിന്നെ ഈ മന്തി മസാല. അപ്പം ഞാൻ ഇതൊക്കെ അന്ന് കണ്ടപ്പോൾ ചെയ്തു, ഇതൊക്കെ എന്തിനാ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകില്ലേ മന്തിയൊന്നും. പക്ഷേ നോക്കി നോക്കാം എങ്ങനെയുണ്ട്, നോക്കി നോക്കാം. ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാമല്ലോ. നമ്മളെ മിനിഞ്ഞാന്ന് വീഡിയോ ഇട്ടില്ലേ? വീഡിയോ വലിയ കുഴപ്പമാട്ടാ. വീഡിയോ ഇട്ടില്ലെങ്കിൽ ആളുകളുടെ പ്രതികരണം കേൾക്കണം. ബുധനാഴ്ച ഞങ്ങൾ വീഡിയോ ഇട്ടില്ല കേട്ടാ. വ്യാഴാഴ്ചത്തെ കമന്റും പിന്നെ ഫോൺ വിളിച്ചിട്ടും മെസ്സേജുകൾ അയച്ചിട്ട് ആളുകളെ. ഞാൻ പറഞ്ഞു ചേട്ടനോട്, നമ്മളിപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ചിടല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടോ, ചില സാങ്കേതികമായ തകരാറുകൾ കാരണം ഞങ്ങൾക്ക് ഇന്ന് സാങ്കേതികമല്ല കേട്ടാ, ശരിക്കും പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നതല്ല, നാളെ മുതൽ വീഡിയോ വരും എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ പിന്നെ വൈകുന്നേരം വരയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ വന്നോ എന്ന് നോക്കിയിരുന്നു എന്നൊക്കെ കമൻസ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമാവാം. അപ്പോൾ ഒന്ന് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറയാം, അപ്പം അതിൻ്റെ അടിയിൽ തൊട്ട് ആൾക്കാർ നിങ്ങൾ വീഡിയോ ഇടണ്ട, അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്താ, അങ്ങനെ കമന്റ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾക്കൊരു തേങ്ങയില്ല അതുകൊണ്ട് കമൻസ് വരും, എന്തിനത് കാണാൻ പോണേ അങ്ങനെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് അതിലിങ്ങനെ കമൻസ്. പിന്നെ അതിലൊരു ഒരാള് ആ ഒരു വോയിസ് കേൾപ്പിച്ചു കൊടുക്കാം. അത് കേൾപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നോ? അല്ല, നല്ല രസമാണ്. അങ്ങനെ വരത്ത് വന്ന് ഇങ്ങനെ കണ്ട വെള്ളം വരുന്ന കാണാൻ നല്ല രസമല്ലേ. ചക്ക വേണമെങ്കിൽ തിന്നു, നല്ല ടേസ്റ്റ് വേണമെങ്കിൽ. ചക്ക ചോള പറിച്ച് തരുമ്പോൾ സുഖമുണ്ടല്ലേ. ഇവിടെ നമ്മുടെ വീട്ടില് അതിൻ്റെ തലകേടതിൻ്റെ ചതഞ്ഞ് വീണിട്ട് നമ്മുടെ വീട്ടിൽ ചക്ക, മാങ്ങ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, പേരക്കായ, ആപ്പിള് ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഇതൊക്കെ ചെത്തി ഇവർക്ക് വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ആരെന്നറിയോ? സാധാരണ ഇതില് പെണ്ണുങ്ങളുടെ പണിയാന്ന് പറയും ചേട്ടൻ. എനിക്ക് ഇതൊക്കെ ഭാര്യമാരാണ് സാധാരണ ഇതൊക്കെ ചെയ്ത് ഭർത്താക്കന്മാർക്ക് കൊടുക്കണ്ടേ. അല്ല, നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിട്ട് ഞാൻ നിനക്ക് ഇതൊക്കെ ചെയ്തു തരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാരിതാര വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാരിതാര അമ്മ അങ്ങനെയുണ്ട്, ഞാൻ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഞങ്ങൾ തന്ന സാധനം നീ തിരിച്ചു തന്നു, അല്ലാണ്ട് പിന്നെ പുറത്തൊന്നും കൊണ്ടൊന്നും തരാൻ പറ്റും പറയാം. സാരിതാരം അങ്ങനെ കാല് നീട്ടിയിരിക്കും, കാല് നീട്ടിയിരുന്നിട്ട് അതിനിപ്പോ കാണിക്കണ്ട, അവിടെ വീഴും. കാല് നീട്ടിയിരുന്നിട്ട് മടിയിൽ ഒരു പാത്രം ഉണ്ട, വായിൽ മാമ്പഴം ഇങ്ങനെ ചെത്തി കൂട്ടി അവസാനം എല്ലാവർക്കും ആയിട്ട് കൊണ്ടു കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിങ്ങനെ പറക്കി തിന്നാൻ നല്ല സുഖമാണ്. അതുപോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടാ. അപ്പോൾ ഇവിടെ തിരിച്ച് ഞാനാണ് ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളൊന്നും ചെയ്ത് കൊടുക്കണില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ചേട്ടൻ ഒന്നും ചെയ്തു തരില്ലാന്ന്
ദൈവമേ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഈശ്വരന് നിരക്കാത്തത് ഞാൻ ഒരിക്കലും പറയില്ല. ചേട്ടൻ തന്നെയാണ് കൊച്ചുതരാന്നല്ല പറയാറ്. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ ഒന്നും ചെയ്തു തരില്ലെന്ന്? അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പൊ അതിലത്തെ ഒരു മെസ്സേജാണ് മിനി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബ്രൂണേന്ന്. അല്ല, വ്യാഴാഴ്ച ഇട്ട വീഡിയോയില് കുറെ മെസ്സേജ് ഉണ്ട്. അതറിയാം. അല്ല, വാട്സാപ്പിൽ അയച്ചിട്ടുള്ളത് മിനി ചേച്ചി ബ്രൂണേന്ന്. കണ്ടില്ല വീഡിയോ, ഭയങ്കര സങ്കടമായിപ്പോട്ടെ. ഞാനൊരു കമന്റ് വിട്ടിട്ടുണ്ട് വീഡിയോ എവിടെയെങ്കിലും ചോദിച്ചു. വീഡിയോയിൽ മിനി തോമസ് രാവിലെ എഴുന്നേറ്റിട്ട് കാണാണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും എൻ്റെ ഐപാഡിൽ. ഇല്ല, ജോലി എടുക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒരു സുഖവും ഇല്ലായിരുന്നു. എന്താ പറ്റേ? എന്തൊരു ഇഷ്ടമല്ലേ നമ്മളോടൊക്കെ. ആളുകളുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. അപ്പൊ കണ്ടില്ലേ ആളുകളുടെ സ്നേഹം. ഇതിനൊക്കെ നമ്മളൊക്കെ എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. വെള്ളത്തിലേക്ക് അരി വേവിക്കുന്നതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് തിരി മുന്നിൽ നിൽക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്താ ചക്കു പഠിക്കൽ കഴിഞ്ഞാ? ഒരുവിധ ഒരുവിധം എന്ന് പറഞ്ഞ പരിപാടി നീ നന്നായി പഠിക്കുക, അല്ല പഠിക്കാണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലുള്ള പരിപാടി എന്നിട്ടാ അത് നിലത്തീടെ എടുത്തിട്ടാ കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല മണമുണ്ടോ അല്ലേ? ഇതേ നമ്മുടെ വെള്ളം തിളച്ചിട്ട് അരിയുടെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് ഇതിരിക്കുന്നുണ്ട് വാറ്റി വെച്ചിരിക്കുന്ന അല്ല ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതാട്ടാ. ഇത്രയ്ക്കധികം വെള്ളം ആവശ്യമില്ല, വെള്ളം കൂടുതലാണ്. അതിന് തിളക്കാത്ര നേരം പിടിച്ചത്. ഇത്രയ്ക്കധികം വെള്ളം ആവശ്യമില്ല, കുഴപ്പമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ അരി പശിൻ്റെ അരിയായിരിക്കും. അങ്ങനെയും ഗുണമുണ്ട്. എല്ലാത്തിനും ഗുണമാണ്. തെറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുണമായിട്ട് വരുന്ന രീതിയാണ്. അരിങ്ങനെ തിളച്ച മറിയുന്ന കേട്ടാ. അപ്പോൾ നമുക്കൊരു 80% 85% വേവ് മതിയിട്ടാ. വേവ് നോക്കട്ടെ. ഇങ്ങനെയൊക്കെ മതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവ് നോക്കാൻ പറ്റും. സുഖമാണ്. പിഴവ് പറ്റില്ല ഇങ്ങനെയാകുമ്പോൾ. നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ പല അരിക്കും പല വേവല്ലേ ആയിക്കൊണ്ടിരിക്കണം. ഉപ്പയാവും. അപ്പോഴേക്കും മഴ പെയ്യും. ഉപ്പൊക്കെ കറക്റ്റാണ്. ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാരായി നോക്കാനാ. ഇത്തിരി മഴക്കാരല്ലോ നേരിയതിൽ. അപ്പോൾ ഇനി അരി ഊറ്റാം. അരി വെന്തുണ്ട്. അരി വെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80% വേവായിട്ടുണ്ട്. തീ കെടുത്തിക്കോ. അരി ഊറ്റിട്ടോ എന്തായാലും. എന്നിട്ട് മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാനാ? അതെ, ദോശക്കല്ല് ഇവിടെ ഉണ്ട്. സിമ്പിൾ സാധനല്ലേ? ബിരിയാണിയുടെ മെത്തേഡ് തന്നെ അല്ല ചിലർ ചെയ്യുന്ന പോലെ. ഇതില് ഒരു കുറച്ച് പച്ചമുളക് ഇങ്ങനെ കഴുകിട്ട് ഇങ്ങനെ വെക്കുന്നതാണുണ്ട്. വെറുതെ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ദോശക്കല്ലിന്റെ മുകളിൽ വയ്ക്കുന്നല്ല പറയാൻ സാറിതാ. ഏതിന്റെ മുകളില്? ഇതിന്റെ അടിയില്, അടുപ്പിന്റെ മുകളില്. ഈ പാത്രം ഇങ്ങോട്ട് എടുത്ത് അല്ല, ഇതൊന്ന് പൊക്കി പിടിച്ചാൽ മതി. ഇത് അടിയിൽ വെക്കാം. ഇത് 2 കൈ കൊണ്ടെടുത്ത് പൊക്കിയ ദോശക്കല്ലിന്റെ മുകളിൽ വയ്ക്കണം. അല്ല, അടിക്കരിയില്ലേ ചിക്കനൊക്കെ കരിഞ്ഞ പരുവോ. തീ കത്തിക്കാം. കുറച്ച് നേരം ചൂടാവും. അപ്പൊ അത് ചൂടാവണമെങ്കിൽ അത് പിടിച്ചിക്കണം. അത് മച്ചോ ചൂടാവണ്ടേ? ചൂടാവും. അത് നേടുന്ന താങ്ങ ഒരു കാര്യം പറയണ എന്നെ വേണം തല്ല. ഇതിൻ്റെ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചില്ലേ, വെള്ളം കൂടുതൽ വെച്ച് നന്നായിട്ടാ. ചോറിൻ്റെ കൊഴുപ്പില്ലേ, മീൻ്റെ അരിയിലെ അതുണ്ടാവില്ലേ. സൂപ്പർ ചോറോട്ടെ. എൻ്റെ ഇനി വേണം ഇതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഊറ്റി തരാം. അപ്പം അതിന് മുഴുവൻ പോരില്ലേ. മഴ വരുന്ന സൗണ്ടാണോ കേൾക്കണേ? വേഗം വേഗം എവിടേക്കാ? ഇതിവിടെ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കാണിത്. ഇടുക വേഗം വേഗം വേഗം. ഊറ്റിക്കോ. നീ അതിൻ്റെ അടിയിൽ പാത്രം വെക്കുന്നീ. അത് കുറച്ച് ഊറ്റി കളഞ്ഞിട്ട് വെച്ചാ പോരെ? കഴിഞ്ഞു. ബാക്കി ചോറ് ഈ ചോറ് കൂടി ഇട്ടേ. ഇവിടെ കൊണ്ടേക്ക് അറയത്ത് വെക്കാം. ഓക്കെ, അവിടെ കൊണ്ടോ. അപ്പോൾ നമ്മൾ അറയത്തേക്ക് മാറ്റിയിരിക്കുന്നു. നമ്മുടെ പാചകം അറയത്തേക്ക് മാറ്റിയിരിക്കുന്നു. മഴ കൂടി. വീഴും. അപ്പൊ അതവിടെ ഇട്ടു. അതൊന്ന് ചവിട്ടി വീഴാൻ. അപ്പൊ നമ്മള് ഈ സാധനം ദോശക്കല്ലിന്റെ മുകളിൽ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു കരിയില്ലേ,
ആ സാധനം നമ്മൾ കത്തിച്ച് കനലാക്കിയിട്ടേ ഇന്നത്തെ പിഞ്ഞാണല്ലേ പിഞ്ഞാണത്തിൽ ഇത്തിരി ഓയിലൊക്കെ വെച്ചിട്ട് വെക്കിയത് അതാണ് ചെയ്യാൻ പോണത്. മഴ കനത്ത മഴയും ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ കുറഞ്ഞു. അതായത് ഇത്ര മതി കനല് ഇതിലേക്ക് ഇത്രയ്ക്ക് മതി തരുതാ ആയിക്കോട്ടെ. നല്ലോണം നല്ലോണമാണോ? അപ്പോൾ നല്ലോണം കണ്ടു. ഇനി ഇതിലേക്കൊരു ചട്നി വേണം, പിന്നെ മയണൈസും. അപ്പോൾ ചട്നിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 തക്കാളിയും ഒരു 10 സബോളയും 2-3 എരിവിനുള്ള പച്ചമുളക് 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ മല്ലിയില പിന്നെ മല്ലിയില വേണം, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും വേണം, പിന്നെ ഉപ്പ്. ഇതിട്ടിട്ട് ഞാൻ അരച്ചിട്ട് വരാം. പിന്നെ മയണൈസ് ഉണ്ടാകണം. മയണൈസ് നമ്മുടെ ഈ കനലായി കഴിഞ്ഞാൽ ഇത് പിഞ്ഞാണത്തിലേക്ക് വെക്കുന്നു. അത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അമർത്തുന്നുണ്ട്, അത് ഇല്ല. ഓയില് 2-3 തുള്ളി. ഓ മൂടി. ഏത് ഇതിൻ്റെ ഇത് വെച്ചാലോ? അയ്യോ തിരുവനന്തപുരം കനം കൂടി തണ്ടെടുക്ക്. അത് വെക്കണ്ട ജേക്കു. ഇതുണ്ട്, ഇത് കറക്റ്റാ. നോക്കിയേ അത് കനം കൂടിയിട്ടുണ്ടല്ലോ. അല്ല അത് ഞാൻ വിചാരിച്ചത് നീ ചീത്ത പറയാമെന്നാണ്. ഇത് കനം കൂടിയതാ കടാ, അത് കറക്റ്റാ. കണ്ടാ കണ്ട ആകെ പോക നിറഞ്ഞു. സരിത എത്ര മിനിറ്റ്? 20 മിനിറ്റ് കഴിക്കണ്ടേ? 10 മിനിറ്റ് പോകടിപ്പിക്കാം നമുക്ക്. മയണൈസും ചമ്മന്തിയും സരിത ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. 10 മിനിറ്റ് ആയിട്ടാ. അത് ഇതിനെ ഇറക്കി വയ്ക്കല്ലോ സരിത. ഒരു മിനിറ്റ്. അല്ല അത് മിക്സ് ചെയ്യണം. ഇതിനെ മുകളിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാ? അല്ല, എവിടെ വെച്ച് വേണേ മിക്സ് ചെയ്യാം. തുറന്നോ ചോറിടാലോ. ചോറ് കോരിട്ടിട്ടേ ആ ചിക്കനൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മൾ ചോറ് പൂ പോലത്തെ ചോറ്. ഈ കളറൊക്കെ ചിലവർ ചേർക്കൂട്ടാ. എന്നിട്ട് മന്തിയുടെ ചോറ് ഒരു ചുവപ്പ് കളറിലൊക്കെ നമുക്ക് ആ കളർ വേണ്ട. നല്ല പുക മണല്ലേ? നല്ല മണം. നല്ല മണം അല്ല ജഗു, ആ മണം പുക മണം പോലത്തെ. എന്നിട്ട് ചിക്കൻ വേറെ പാത്രത്തിൽ ഞാൻ പ്ലേറ്റ് എടുക്കാം. കൊണ്ടുപോവാ. അടിപൊളി മണല്ലേ ഈ പ്ലേറ്റ് എടുക്കുന്നത്? ഇതിൽ കിട്ടോ ചിക്കൻ? ഇതിപ്പോ കുണ്ടും കൂടിയിട്ടുണ്ടാവല്ലോ. ചിക്കൻ ഒന്നും എടുക്കാൻ പറ്റുമോ ചേട്ടാ? അതെടുക്കാം. മുകളിലത്തെ ചോറ് അത് ചിക്കൻ ഇങ്ങനെ എടുക്ക് ചേട്ടാ. ഇത്തിരി ചോറ് ഉണ്ടായിക്കോട്ടെ. അത് ശരി, അത് പറയണ്ടേ? അതല്ല ചിക്കൻ എടുക്കെന്ന് പറയണേ. അതെനിക്കെടുക്കാൻ കുടഞ്ഞിട്ട് ഇട്. അത് ശരി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പറായിട്ട് കേട്ടോ സാധനം. ഒറ്റയടിക്കന്നെ പറയാം. ജഗന് മണം പിടിച്ചില്ലേ? അപ്പുറത്തിരിക്കുമ്പോ മണം കിട്ടും ശരിക്കും. കാറ്റ് തന്നു ഇല്ലേ? നല്ല മണല്ലേ? ജഗു കുഴിമന്തി ഒക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ചേട്ടന്മാരെ കൂടെ ഒക്കെ പോയിട്ട്? കഴിച്ചിട്ടില്ലേ? കുഴിമന്തി വാങ്ങിക്കാറില്ലേ? ഈ ചോറും കൂടെ അതിലിട്ടിട്ട് മിക്സ് ചെയ്തോ. മറ്റേ മരത്തിന്റെ കയ്യിലെടുത്തിട്ട് ഇനി ഉണ്ടോ ചിക്കന്റെ പീസ്? ഇപ്പൊ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മണം സൂപ്പറായിട്ട്. ചോറ് സൂപ്പർ ചോറാട്ടത്. ടേസ്റ്റും സൂപ്പർ ആയിരിക്കും. അരി വെന്ത് കുഴഞ്ഞിട്ടേ ഇല്ല. എന്ത് കുഴയരുത്. ഇനി ചോറും ചിക്കനും വേറെ വേറെ തിന്നണോ? അല്ല, ഇനി ഇതിന്റെ മേലെ അത് വെച്ചോ. ഇനി അങ്ങനെയല്ല ഇരിക്കുക. പ്ലേറ്റിലേക്ക് റൈസ് ഇടും, എന്നിട്ട് അതിന്റെ മേലെ ഈ ചിക്കൻ ഇങ്ങനെ വെക്കും. നീ ചിക്കൻ എടുത്തിട്ട് അതിന്റെ മേലേക്ക് വെച്ചോ. ഭംഗി ഉണ്ടാവും. ഇനി മല്ലിയില വെതറാവോ? മല്ലിയിലൊക്കെ വെതറാവോ? ഏയ്, പച്ചമുളകാന്ന് തോന്നുന്നുണ്ട് നിറച്ചു വെക്കുക. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം പരിപാടി. അടിപൊളിയിട്ടുണ്ട് സാധനം. ക്ലാസ് സാധനമായിട്ടുണ്ട്.
എന്താ കിടന്നോ ബാലൻസ് പോയി. എണീക്കില്ല. രസല്ലേ പിന്നെന്തിന്റെ ടേസ്റ്റാ ബിരിയാണിയുടെ ടേസ്റ്റ് ആണോ പോകേരമണ ഞാൻ അപ്പളേ പറഞ്ഞ പോക കുറച്ച് ചേർത്താ മതി പ്ലേറ്റ് എടുത്താ ഞാൻ തിന്നാം. അപ്പൊ പ്ലേറ്റ് ഞാൻ പ്ലേറ്റ് എടുത്ത് തരാം നമുക്കറിയാം. ഇതാട്ടോ നമ്മുടെ ഫുഡ് ഇതേ റെഡി. ടേസ്റ്റ് ചെയ്യാ ഞങ്ങൾ ചെയ്യാൻ പോകണം അപ്പോഴേക്കും ജഗ്ഗു ജഗ്ഗു ടേസ്റ്റ് തുടങ്ങി ഇതിക്കണ അതിലെന്നെ ഇട്ടോ അവ അതിലെന്നെ കഴിച്ചോളൂ അതിനുണ്ട് സാധനം. വാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ജഗ്ഗുവിന്. ഈ രണ്ട് സാധനം കൂടി ചേർത്ത് ലെഗ് പീസ് അച്ചിട്ടത് കണ്ടില്ലേ വേണ്ട എന്നാ വേണ്ട ഞാൻ അച്ചെടുക്കാം. കഴിക്കാൻ ആളുണ്ട് പേടിക്കണ്ട. അതിനെ ഇതിരിക്കടുത്ത് വയ്ക്കി. കുഞ്ഞു പീസ് മതി കുഞ്ഞു പീസ്. ആ അതെ ആദ്യം കഴിക്കുന്നില്ലേ ഒരു പുക മണം വരും പിന്നെ അതിട്ടോ കുറച്ച് മതി ഈ സൈഡിൽ. കഴിക്കട്ടെ കേട്ടാ. ഞാനും കഴിക്കാൻ പോവാണ്. ആ പുകയുടെ ഒരു മണം അത് വേണല്ലോ. അതിനാണല്ലോ നമ്മളത് ചെയ്തില്ലേ. ചിക്കൻ എങ്ങനെയുണ്ട് നോട്ടാ. ചൂടുണ്ടാ? ആ ആദ്യം ചോറ്. ചിക്കൻ നല്ല രസമുണ്ട്. ചോറിന് മുട്ടുണ്ടല്ലേ. ഗംഭീര ടേസ്റ്റുള്ള ചോറട്ടത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ചൊന്നല്ല. കടയിൽ വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയില്ല. എനിക്ക് ഓർമ്മയില്ല നമ്മൾ കഴിച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു. അല്ല അന്ന് ചെറിയൊരു ഓർമ്മയുണ്ട്. വലിയ ചോറായിട്ട് ഈ ചുവപ്പ് കളറായിട്ട് ചോറ്. ഇതിന്റെ ആള് ചെറുതാ ചോറാ ചോറ് നല്ല വലിപ്പം കൂടുതലല്ലേ. ഇതിനേക്കാളും വലിപ്പം ഉള്ള ചോറാ ഞാൻ കണ്ടത്. ചുവപ്പ് കളറാ. നമ്മൾ കളറൊന്നും ഈ ചേർത്തിട്ടില്ല. കുഴിമന്തി ആക്കി കഴിഞ്ഞില്ലേ ആളുകൾ ഈ കടയിൽ നിന്ന് പൂലിയ ഇത് കടയിൽ എല്ലാം വെച്ച് കൊടുത്ത് നിങ്ങൾ. റൈസ് നല്ല രസമുണ്ട്. ഈ ചട്നി കൂട്ടി കഴിച്ചോട്ടെ. ഈ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ മഴ കുഴിമന്തി ആഹാ അന്തസ് രണ്ടിലുള്ള ആണ്ട്. ചിക്കൻ നല്ല രസമുണ്ട്. കൂടുതൽ എൻ്റെ കൈ പൊള്ളും. അപാര ടേസ്റ്റാണ് ഈ സാധനത്തിന് കേട്ടാ. ഒരു വിളവുമില്ല. ബിരിയാണിയേക്കാളും ടേസ്റ്റ് വന്നിരിക്കും ഈ സാധനം. ബിരിയാണികൾ ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇല്ല, അതിന് വേറെ ടേസ്റ്റ് ഉണ്ട്. ജോന് സൈഡ് ഹരിക്ക് സൈഡ്. അപ്പോൾ ശരി നമുക്കെടുത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.